Hello, Shabari Srinivas here. Dual nature of radiation and matter. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്കറിയാം. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ എക്സ്പെരിമെന്റിനെയാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാണിക്കാൻ വേണ്ടി ഹെൻറിച്ചും ലിനാർഡും ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. സോ ആ എക്സ്പെരിമെന്റ് നമ്മൾ കുറച്ച് ഗ്രാഫുകൾ വരച്ചിരുന്നു. ആ ഗ്രാഫുകളാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രാഫാണ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് വേഴ്സസ് ഫോട്ടോ കറണ്ട്. നമ്മൾ എക്സ് ആക്സിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് വരച്ചു, വൈ ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വരച്ചു. നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എപ്പോൾ കൂടും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ഇൻക്രീസ് ഇഫ് intensity of light is increased. അല്ലെ, intensity of light കൂടിക്കഴിഞ്ഞാൽ more number of electrons will be emitted from the metal surface, which means അവിടുത്തെ ഫോട്ടോ കറണ്ട് കൂടും. സോ റിലേഷൻ എങ്ങനെയാ വരിക? as intensity of light increases, photo current also increases and the variation is linear. So this is the first graph and this is the least important graph. ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ, പരീക്ഷ ചോദിക്കാൻ ചാൻസ് കുറഞ്ഞ ഗ്രാഫാണ് ഇത്. എങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫിലേക്ക് പോകാം. അതാണ് നമ്മൾ അടുത്തതിൽ പോകുന്നു. വേരിയേഷൻ ഓഫ് ഫോട്ടോ കറന്റ് വിത്ത് ആനോഡ് പൊട്ടൻഷ്യൽ. നമ്മുടെ ബേസിക് ഗ്രാഫാണ്. താഴെ നമ്മൾ എന്ത് ചെയ്തു? കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ആനോഡിൽ വെക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ പൊട്ടൻഷ്യൽ നമ്മൾ എക്സ് ആക്സിൽ മാർക്ക് ചെയ്തു ആൻഡ് വൈ ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കാണാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഈസ് സീറോ ആണിത്. വോൾട്ടേജ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ 0 ആണ്. ഇവിടെ നിങ്ങോട്ട് പോസിറ്റീവ് ആവും, ഇവിടെ നിങ്ങോട്ട് നെഗറ്റീവ് ആവും. സോ നമുക്ക് ആദ്യം ഇനീഷ്യലി വോൾട്ടേജ് 0 ആയിരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി എമിറ്റർ ടു കളക്ടർ ഉണ്ടായിരുന്നു അല്ലേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സ്റ്റാർട്ട് ചെയ്തു. ഇഫ് ദ ഫ്രീക്വൻസി ഇസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലെങ്കിൽ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് വിൽ സ്റ്റാർട്ട്. എപ്പോ? ഇവൻ വിത്തൗട്ട് ആൻ അപ്ലൈഡ് വോൾട്ടേജ്. കുറച്ച് ഇലക്ട്രോൺസ് എമിറ്റർ പ്ലേറ്റിൽ നിന്ന് പോകുന്നു, അതോടെ കളക്ടറിൽ എത്തിയിരുന്നു. സോ ഒരു കറണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്തു? വി ഇൻക്രീസ് ദ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. എങ്ങനെ? പോസിറ്റീവ്ലി ഇൻക്രീസ് ചെയ്തു. സോ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് വിൽ കം ടു ദി കളക്ടർ. പോസിറ്റീവ്ലി ചാർജ് കളക്ടർ. സോ ആ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ദ വേരിയേഷൻ. ദാ കൂടി അല്ലേ? ഈ ഗ്രാഫ് ഇങ്ങനെ കൂടി പോവുകയാണോ? അല്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനൊരു സ്റ്റഡി വാല്യൂ കിട്ടി. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വാല്യൂ സ്റ്റഡി ആയി, കോൺസ്റ്റന്റ് ആയി. അവിടുത്തെ ഫ്ലോ എന്തായി? സാച്ചുറേറ്റഡ് ആയി അല്ലേ? സോ ആ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കും. സാച്ചുറേഷൻ കറണ്ട്. സോ കറണ്ടിന്റെ വാല്യൂ എന്തായി? സാച്ചുറേറ്റഡ് ആയി. എന്താ അവിടുത്തെ അർത്ഥം? എത്ര ഇലക്ട്രോൺസ് ആണോ എമിറ്റർ എന്ന് പോകുന്നത് അത്രയും ഇലക്ട്രോൺസ് കളക്ടറിലേക്ക് എത്തുന്നുണ്ട്. ഇനിയും വോൾട്ടേജ് കൂട്ടിയാൽ പുതിയ ഇലക്ട്രോൺസ് വരാനില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്തായി നമ്മൾ എന്ത് ചെയ്തിരുന്നു? വി ഡിക്രീസ് ദ വോൾട്ടേജ്. ഏതുവരെ? 0 വരെ അല്ല. വി ഇൻക്രീസ് ദാറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 0ൽ നമ്മൾ -1, -2, -3 എന്നിങ്ങനെയാക്കി കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ദേ വിൽ ബി റിപ്പൽഡ് ബൈ ദ നെഗറ്റീവ്ലി ചാർജ്ഡ് കളക്ടർ. കാര്യം മനസ്സിലായോടാ? സോ റിപ്പൽ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് ഫ്ലോ കുറഞ്ഞ് വന്നു. ഓർക്കുന്നില്ലേ? കറണ്ട് ഫ്ലോ കുറഞ്ഞ് വന്ന് 0 ആയി. അറ്റ് ദിസ് പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നോ ഇലക്ട്രോൺ ഈസ് ഗോയിങ് ഫ്രം ദിസ് മെറ്റൽ സർഫസ് ടു ദി കളക്ടർ. അതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ കറണ്ട് 0 ആണ്. സോ ആ ഒരു സമയത്ത് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ സ്റ്റോപ്ഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. സോ നമ്മൾ ആ പൊട്ടൻഷ്യൽ എന്ത് വിളിച്ചു? ദാറ്റ് ഈസ് കാൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ഈ ഗ്രാഫിൽ ഈ രണ്ട് ടേംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ദ ഫസ്റ്റ് ടേം ഈസ് സാച്ചുറേഷൻ കറന്റ് ആൻഡ് സെക്കൻഡ് ടേം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദി ഷേപ്പ് ഓഫ് ഗ്രാഫ്. ഇതേ ഗ്രാഫിൽ നമ്മൾ 2 വേരിയേഷൻസ് വരുത്തുകയാണ്. ദിസ് വാസ് എ ജനറൽ കണ്ടീഷൻ. ഇവിടെ ഇന്റൻസിറ്റിയുടെ വാല്യൂവും ഫ്രീക്വൻസി ഓഫ് ലൈറ്റും കോൺസ്റ്റന്റ് ആയിരുന്നു. സോ ഈ ഗ്രാഫ് ഫോർ എ ഫിക്സ്ഡ് ഇന്റൻസിറ്റി ആൻഡ് ഫോർ എ ഫിക്സ്ഡ് ഫ്രീക്വൻസി. സോ നമ്മൾ വേരി ചെയ്ത് നോക്കാൻ പോവാണ്. സോ ആദ്യത്തെ കേസിൽ നമ്മൾ മാറ്റുന്നത് ഇന്റൻസിറ്റി ആണ്. സെയിം ഗ്രാഫ് നമ്മൾ പറഞ്ഞ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫോട്ടോ ഇലക്ട്രിക് കറന്റിന്റെ അതേ ഗ്രാഫ്. ഓക്കെ, സോ അതേ ഗ്രാഫിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസിനാണ്. നമ്മുടെ ഗ്രാഫിൻ്റെ ജനറൽ ഷേപ്പ് ഇതാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, കാണാം അല്ലേ? സോ ഇതാണ് ജനറൽ ഷേപ്പ്. അടുത്തായി നമ്മൾ എന്ത് ചെയ്തു? വി ആർ അപ്ലൈയിങ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ്. യു ക്യാൻ സീ ദാറ്റ് ആസ് I1, I2 ആൻഡ് I3.
എന്തല്ല I1 I2 I3? കറണ്ടുകളല്ല, ഇൻറ്റൻസിറ്റികളാണ്, ഓർത്തു വെക്കണം. ഓക്കെ, സോ നമ്മൾ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. I1നേക്കാൾ കൂടുതലാണ് I2, അതിനേക്കാൾ കൂടുതലാണ് I3, വിച്ച് മീൻസ് ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ കം ഔട്ട്. അല്ലെ, ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് വരും. കൂടുതൽ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കറണ്ട് കിട്ടും. ദാറ്റ് ഈസ് വൈ ദ ഷേപ്പ് ഓഫ് ഗ്രാഫ് ദാ ഇങ്ങനെ ചേഞ്ച് ഉണ്ടായി അല്ലേ. ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ഇൻറ്റൻസിറ്റി. സെക്കൻഡ് ഇൻറ്റൻസിറ്റി വീണ്ടും കൂടി, കൂടുതൽ ഇലക്ട്രോൺസ് വന്നു. സോ ഗ്രാഫിന്റെ ഹൈറ്റ് കൂടി, അല്ലെങ്കിൽ അവിടുത്തെ ഫോട്ടോ കറണ്ട് കൂടി. സോ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ കറണ്ട് കൂടുന്നു മനസ്സിലാക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വന്ന ഇലക്ട്രോണുകളുടെ എനർജിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എനർജിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇൻറ്റൻസിറ്റിയിലല്ല, ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വേണ്ടത്. സോ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരാത്തതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറിയിട്ടില്ല. സോ ദിസ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേടാ. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ കൂട്ടിയിരുന്നു, അത് ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. ചാർജിന്റെ സ്പീഡ് കൂടി വരികയാണ്. സോ നെഗറ്റീവ് ഡയറക്ഷൻ ആയി കഴിഞ്ഞാൽ ചാർജിന്റെ മോഷൻ ഒപ്പോസ് ചെയ്യുകയാണ്. സോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമുക്ക് വേണമെങ്കിൽ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. ക്ലിയർ ആണ് ഗ്രാഫ് എന്ന് മനസ്സിലാക്കുന്നു. ദിസ് ഈസ് ദ ജനറൽ ഷേപ്പ് അല്ലെ. ഓരോ പ്രാവശ്യം ഇന്റൻസിറ്റി കൂടുമ്പോഴും എന്തിന് വ്യത്യാസം ഉണ്ടാവും? സാച്ചുറേഷൻ കറന്റ് വിൽ change, അല്ലെങ്കിൽ saturation current will increase, but there will be no change in stopping potential. Clear ആണ്. So we changed intensity. അടുത്ത കാര്യം നമുക്ക് എന്തിൽ ചേഞ്ച് വരുത്തണം? ദാറ്റ് ഈസ് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിലാണ് ചേഞ്ച് വരുത്തുന്നത്. നിങ്ങൾ ഓർക്കണം മക്കളെ, ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നാൽ എനർജി വിൽ ബി ഡിഫറെന്റ്. ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടുതലായിരിക്കും, കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നില്ല. സോ ഫോർ എ പർട്ടിക്കുലർ ഇന്റൻസിറ്റി സാച്ചുറേഷൻ കറന്റിന് സെയിം വാല്യൂ. ഇതാണ് നമ്മുടെ ജനറൽ ഷേപ്പ്. നമ്മൾ 3 ഫ്രീക്വൻസീസ് nu1, nu2, nu3 can see the variation. nu3 is less than nu2, sorry, nu3 is greater than nu2, that is greater than nu1. ഏറ്റവും ചെറിയ ഫ്രീക്വൻസി nu1 ആണ്, അതിനേക്കാൾ വലുത് nu2 ആണ്, ഫ്രീക്വൻസി nu3 ആണ്. എനർജി കൂടി, which means കൈനറ്റിക് എനർജി കൂടി. കൈനറ്റിക് എനർജി കൂടിയ ആളുകളെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം, കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കണം. which means എനർജി കൂടിയപ്പോ, ഫ്രീക്വൻസി കൂടിയപ്പോ എന്തിന്റെ വാല്യൂ മാറി? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറി. സോ മനസ്സിലാക്കി വെക്കുക, ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും, അവരുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടും. ഇതാണ് 2 വേരിയേഷൻ. ഏതിലുള്ളത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിലും നമ്മുടെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഉള്ളത്. ഇതാണ് ജനറൽ ഷേപ്പ്. വേരിയേഷൻ ഫ്രീക്വൻസിയിലാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, വേരിയേഷൻ ഇന്റൻസിറ്റിയിലാണെങ്കിൽ ഏതിലായിരുന്നു? സാച്ചുറേഷൻ കറന്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കണം വേരിയേഷൻ. ഓക്കെ, ആൻഡ് വി ആർ മൂവിംഗ് ടു ദി ഫൈനൽ ഗ്രാഫ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്. എന്തുകൊണ്ടെന്നാൽ ഈ ഗ്രാഫാണ് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചത്. ഇവിടെ എന്താ വരയ്ക്കുന്നത്? നമ്മൾ നേരത്തെ വരച്ച പോലെ അല്ല. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടോ അല്ല. അതിന് പകരം നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമാണ് വരയ്ക്കുന്നത്. ആക്ച്വലി ഈ ഗ്രാഫിന്റെ ഈ പോർഷനെയാണ് നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ ഫ്രീക്വൻസി അല്ല. വി ആർ വേരിയിങ് ദ ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? 0 ആണ്. 1 2 3 4 whatever be the change, ഇതങ്ങനെ ചേഞ്ച് കൂടി വരികയാണ്. വിൽ ഗെറ്റ് എ പെർട്ടിക്കുലർ വാല്യൂ. ന്യൂസീറോയുടെ പേരെന്താ? ദാറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി വരെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇല്ല. നമുക്കറിയാം emission of electron from metal surface when light of suitable frequency falls on that. ആ suitable frequencyയുടെ പേരെന്താ? അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ മുകളിൽ മാത്രമേ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഇജക്ഷൻ നടക്കുന്നുള്ളൂ. സോ അതുവരെ പൊട്ടൻഷ്യൽ 0 ആയിരുന്നു. അതിനുശേഷമാണ് എമിഷൻ നടന്നതും അവയെ സ്റ്റോപ്പ് ചെയ്യാൻ, അവയുടെ മോഷൻ നിർത്താൻ വേണ്ട പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടി വന്നതും. ക്ലിയർ അല്ലേടാ? ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് രണ്ടാമത് കാണാം, ന്യൂ സീറോ ബാർ കാണാം. ആദ്യത്തെ നമ്മൾ ന്യൂ0 വിളിച്ചു ഫോർ മെറ്റൽ എ ആൻഡ് ന്യൂ0 ബാർ ഈസ് ഫോർ മെറ്റൽ ബി. സോ 2 വരകൾ ഫോർ 2 ഡിഫറെന്റ് മെറ്റൽസ്. ഒരു മെറ്റീരിയലിനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ മതി? ഒറ്റ ഗ്രാഫ് മാത്രം മതിയായിരുന്നു അല്ലെ? ഒറ്റ ഗ്രാഫ് മാത്രം മതിയായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ഈ ഗ്രാഫിൽ 2 പേരെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വേരിയേഷൻ കിട്ടിയത്. സോ നമുക്ക് 2 പേരുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. മെറ്റൽ ബി ആകുന്ന സമയത്ത് അതിൻ്റെ
ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതലാണ്. മെറ്റൽ ബിയുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതലാണ്. സോ ഗ്രാഫ് വെച്ചിട്ട് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ വേരിയേഷൻ ചോദിച്ചാൽ ആരാണോ ഏറ്റവും അവസാനം ഉയരുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി. മനസ്സിലാക്കി വെക്കുക, ഏത് ഗ്രാഫാണോ അവസാനം ഉയരുന്നത്, ആരുടെ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണോ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുതൽ, ആരുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി വാല്യൂ ആണോ കൂടുതൽ അവരാണ് അവസാനം ഉയരുന്നത്. ഓർത്തു വെക്കുക. സോ മെറ്റൽ ബിക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി കുറവ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഗ്രാഫിൽ നോക്കി വെക്കേണ്ടത് അത് ഇതാണ്. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ഗ്രാഫ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ഗ്രാഫ്. ഏത് മെറ്റലിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ വരച്ചാൽ സ്ലോപ്പ് സെയിം ആയിരിക്കും. ദാറ്റ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ E. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. സോ ഇത്രയേ ഉള്ളൂ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്സ് ഫ്രം ദിസ് സെക്ഷൻ. കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും കിട്ടട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.